നോർമൽ ശരീരഭാരം അറ്റൈൻ ചെയ്യാൻ കഴിയും. എങ്ങനെയെന്ന് നോക്കാം. ഒന്നാമത്തത് കാര്യക്ഷമമായി അത് കുറഞ്ഞ ഫാറ്റ് സ്റ്റോറേജിലേക്കാണ് നയിക്കുന്നത്. എന്ന് വെച്ചാൽ പൂറായിട്ടുള്ള ഡൈജഷൻ. ഇത് വെയിറ്റ് ലോസ് മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു. ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആയുർവേദത്തിൽ ദഹനം അഥവാ ദഹന പ്രക്രിയകൾ ശരീരഭാരം കുറയ്ക്കുന്നതിനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. ആയുർവേദത്തിൽ ദഹനത്തെ നിയന്ത്രിക്കുന്ന ദഹനാഗ്നി അല്ലെങ്കിൽ മെറ്റാബോളിക് പവർ ആണെന്നാണ് പറയുന്നത്. ശക്തമായൊരു ദഹന ശക്തി ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുക? പ്രോപ്പർ ഡൈജഷൻ, ശരിയായ ദഹനം. അടുത്ത അബ്സോർപ്ഷൻ, ശരിയായ ആഗിരണം. എലിമിനേഷൻ, നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റൊക്കെ കളയുന്ന പ്രോസസ്സ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ശരിയായി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ശരീരഭാരം അറ്റൈൻ ചെയ്യാൻ കഴിയും. എങ്ങനെയെന്ന് നോക്കാം. ഒന്നാമത്തത് കാര്യക്ഷമമായ പോഷക അബ്സോർപ്ഷൻ, ആഗിരണം ഉണ്ടെങ്കിൽ തന്നെ അത് കുറഞ്ഞ ഫാറ്റ് സ്റ്റോറേജിലേക്കാണ് നയിക്കുന്നത്. എന്ന് വെച്ചാൽ പൂറായിട്ടുള്ള ഡൈജഷൻ അഥവാ ദഹന പ്രോസസ്സിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ദഹിക്കാത്ത ഭക്ഷണമാണ്. ഇതിലൂടെ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് ഉണ്ടാവാൻ സാധ്യതയേറുന്നു. ഈ ടോക്സിൻസ് ഉപാപചയ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുന്നു, മെറ്റാബോളിസം പ്രോസസ്സിനെ സ്ലോ ആക്കുന്നു. ഇതിലൂടെ നമ്മുടെ ശരീരത്തിന് ഭാരം കൂടുന്നു, വെയിറ്റ് കൂടുന്നു. ഇതിനായി ഇഞ്ചി, കുരുമുളക് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ചേർത്ത് കഴിക്കുകയും മോർണിംഗ് ഡ്രിങ്ക്സിലൊക്കെ ഇത് ചേർത്ത് കുടിക്കാവുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് പറയാം. ദഹിക്കാത്ത ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ബ്ലോട്ടിംഗ്, വയറുവേദന ഉണ്ടാക്കുകയും വാട്ടർ റീറ്റൻഷൻ ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ ശരീരത്തിൽ വെള്ളം നിലനിർത്തുകയും അത് നമ്മുടെ ശരീരത്തിന് ഭാരം തോന്നുകയും ചെയ്യുന്നു. ഇതിനായി ജീരകം, അജ്വൈൻ, ജിഞ്ചർ എന്നിവ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാവുന്നതാണ്. പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്നത് പ്രോപ്പർ എലിമിനേഷൻ കൂടിയാണ്. ഇത് വേസ്റ്റ് മെറ്റീരിയൽസിനെ ഉന്മൂലനം ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ്. ഇത് ശരിയായി നടന്നാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കൂടുന്നത് തടയുന്നു. ആയുർവേദ മരുന്ന് ത്രിഫല ടാബ്ലറ്റ് വളരെ നല്ലതാണ്. ബവൽ മൂവ്മെൻറ്റ്സ് നല്ല രീതിയിലാവാൻ നല്ലതാണ്. അതുപോലെ തന്നെ നാരുകളടങ്ങിയ പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ ബവൽ മൂവ്മെൻറ്റ്സിനെയും കുടലിനെ ശുദ്ധീകരിക്കാനും സഹായിക്കും. ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഫാറ്റ് മെറ്റാബോളിസം അഥവാ കൊഴുപ്പുകളെ ഊർജ്ജമായും മറ്റ് സംയുക്തങ്ങളായും വിഘടിക്കുന്ന ഈ പ്രക്രിയയെ ഹെൽപ്പ് ചെയ്യുന്ന ചില ആയുർവേദിക് മെഡിസിൻസ് ഏതൊക്കെയെന്ന് പറയാം. ഗുഗ്ഗുലു, ആംല, ത്രിഫല, വേങ്ങാകാതൽ. ഇത് ഇന്ത്യൻ കിനോട്രി എന്ന് പറയുന്നു. ഇത് വെയിറ്റ് ലോസ്, ഇത് വിശപ്പ് കുറയ്ക്കുകയും ഓവർ ഈറ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് കൊളസ്ട്രോൾ മാനേജ് ചെയ്യാനും സഹായിക്കുന്നു. അടുത്തൊരു ഹെൽത്ത് വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.